തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്ത് ഇടതുപക്ഷത്തിനെതിരെ ഗുരുതര ആരോപണവുമായി RMP നേതാവ് കെ രമ. പഞ്ചായത്ത് ഭരണം ഉറപ്പിക്കാൻ ഇടതുപക്ഷം വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതായി കെ രമ ആരോപിക്കുന്നു. ഒഞ്ചിയം ഏരിയയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വടകര നിയോജക മണ്ഡലത്തിലെ പല ഭാഗങ്ങളിൽ രാഷ്ട്രീയം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ഉണ്ടാവുന്നില്ല. മുഴുവൻ ജാതിയും മതവും പറഞ്ഞിട്ട് ഓരോ സ്ഥാനാർത്ഥി ഏത് വിഭാഗത്തിലാണ് എന്ന് നോക്കി അത് പ്രചരിപ്പിച്ച് വോട്ട് ചോദിക്കുന്നൊരു സ്ഥിതി വിശേഷം ഇവിടെ ഉണ്ടാവുകയാണ്. ഒഞ്ചിയം പഞ്ചായത്തിൽ ഈ പ്രാവശ്യം 4 വാർഡുകളിൽ ചിഹ്നം CPMൻ്റെ പ്രധാന ആളുകൾ പോലും അവരുടെ ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്, സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ചിഹ്നം പോലും ഒഴിവാക്കി മത്സരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി CPM വന്നിരിക്കുന്നു എന്ന് പറയുന്ന ദുരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം RMPയുടേത് കള്ളപ്രചാരണമെന്നും ഇത്തവണ CPIM ഒഞ്ചിയം പിടിക്കുമെന്നും അതിന് രാഷ്ട്രീയ പ്രചാരണമാണ് നടത്തുന്നത് എന്നും CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് വ്യക്തമാക്കി. ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാണ്. മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം നാളിതുവരെ അങ്ങനെ ആ രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നവരല്ല ഇടതുപക്ഷം. മറ്റെല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ പ്രചരണമാണ്. മാത്രമല്ല UDF ആണ് ഇത്തരം പ്രചരണങ്ങൾ കാലാകാലങ്ങളായിട്ട് അവസാന ഘട്ടങ്ങളിൽ ചില നുണപ്രചരണവും വ്യാജപ്രചരണവും വർഗീയക്കാടും ഇതെല്ലാ ഘട്ടങ്ങളിലും പുറത്തിറക്കിയവർ UDF ആണ്. അപ്പം അത് അവർ ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണ LDF പിടിച്ചെടുക്കും. ആകാശ് അടുത്തിരുന്നു. ആകാശ്, ഒഞ്ചിയവും ഏറാമല അഴിയൂരിനും ഒക്കെയും പുറമെ മറ്റ് സ്ഥലങ്ങൾ കൂടി ഇത്തവണ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ RMP. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പോരും കൂടി അവിടെ നടക്കുന്നത്. കെ രമയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആകാശ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് പറയാം, ഈ ഒഞ്ചിയം പഞ്ചായത്തായാലും ഏറാമല പഞ്ചായത്തായാലും ഇവയെല്ലാം തന്നെ കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPMൻ്റെ ഏറെ കുത്തകയായിട്ടുള്ള ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളായിരുന്നു. എന്നാൽ 2010 ശേഷം ഇതെല്ലാം CPMൽ നിന്ന് കൈവിട്ടു പോകുന്നു. TP വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും RMPയുടെ ഒരു വളർച്ചയും എല്ലാം തന്നെ CPMന് വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ CPM ആ തവണ നിർത്തിയ സ്ഥാനാർത്ഥികളെ തന്നെ തോൽപ്പിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് വെച്ചാൽ RMPയും കൂടാതെ UDF സഖ്യവും ചേർന്നാണ് പഞ്ചായത്ത് ഉൾപ്പെടെ ഭരിച്ചിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷയിലാണ് CPM എങ്കിൽ ഈ RMP ഒരു വാദവുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട് പറയുന്നത് CPM വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്ന് തന്നെയാണ്. വർഗീയത മാത്രമാണ് CPM പറയുന്നത്. വോട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എല്ലാവരുടെ അടുത്തും വർഗീയത പറയുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ RMP ആരോപിക്കുന്നത്. കൂടാതെ തന്നെ രാഷ്ട്രീയം പറയാതെ, CPM പോലൊരു പാർട്ടി രാഷ്ട്രീയം പറയാതെ ഏറെ വർഗീയത കുത്തി നിറച്ചുകൊണ്ട് ആളുകളുടെ അടുത്തേക്ക് ചെന്നു വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നടന്നത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുമാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനെതിരെ CPM പറയുന്നതാണ്. CPM പണ്ട് മുതലേ ഒരു കാര്യത്തിലും വർഗീയത ഒരിക്കലും ഒരു പ്രചരണമായുധമാക്കാത്ത ഒരു പാർട്ടിയാണ്. ഈ പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണം നടത്തുകയില്ല എന്ന് തന്നെയാണ് RMPക്കെതിരെ ഇപ്പോൾ CPM പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ നുണപ്രചരണം UDFൻ്റെ ഭാഗം ചേർന്ന് RMP നുണപ്രചരണം നടത്തുന്നു. അവർ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇറക്കിയിരിക്കുന്നു. കഴിഞ്ഞ ടൈമിൽ തന്നെ RMPയുടെ 4 സീറ്റുകൾ CPM പിടിച്ചെടുത്തിരുന്നു. എന്നാൽ തോൽവി ഭയന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നതാണ് ഇപ്പോൾ CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് പറയുന്നത്. ഇതിൽ നാളെ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെടുക ഈ ഒഞ്ചിയം അതുപോലെ ഏറാമല പഞ്ചായത്തുകളുടെ വിധി തന്നെയായിരിക്കും. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വർഗീയത വോട്ടാക്കി മാറ്റുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വരുന്നത്. സേതു.